ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്താണ് എൻ്റെ കയ്യിലൊരു കത്തിയൊക്കെ ആയിട്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പഴയ കാലത്തോട്ട്, ഒരു പഴയ ഓർമ്മയിലോട്ട് പോകാം കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലെ മുറ്റമൊക്കെ ചിലരെങ്കിലും ഈർക്കിലി ചൂല് ഉപയോഗിച്ചായിരിക്കും തൂക്കുന്നത്, എന്നാൽ ചിലരൊക്കെ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഈർക്കിലി ചൂല് ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ തെങ്ങിൻ്റെ ഓല എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ നാത്തൂനാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പോകുന്ന കേട്ടോ. അപ്പോൾ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതുപോലെ ഉണങ്ങിയ മടൽ വീണിട്ടുണ്ട്, അപ്പം ഇല്ലെങ്കിൽ ഉണങ്ങിയ ഓല വീണിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പെറുക്കി എടുക്കുകയാണ്. അത് എല്ലാം ഒന്നും നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് ഒടിയാത്തതും അതുപോലെ തന്നെ നീളം കൂടുതലുള്ളതൊക്കെ ഓല മാത്രമായിട്ടോ നമ്മൾ എടുക്കുന്നത്. എല്ലാം ഒന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം ചൂല് നമുക്ക് അത് ചീവി എടുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നീളമുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലത് നോക്കി എടുക്കുന്നത്. ഈ നല്ലത് നോക്കി എടുത്തതിൽ തന്നെ നമ്മളത് ഓരോ ഓലയായിട്ട് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിലും ചിലത് അഴുക്കായിട്ടുള്ളത് കാണും. അത് മാറ്റിയിട്ട് നല്ലത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടാട്ടോ നമ്മൾ ചീകി അതൊരു ചൂലായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് പറ്റുന്നത്രയും നമ്മൾ ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ജീവിയുടെ ഭയങ്കര സൗണ്ടാട്ടോ. ചീവിയുടെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയാണ് വോയിസ് ഓവർ ചെയ്തത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. ബാക്ക്ഗ്രൗണ്ട് കേട്ടില്ലേ? ഇതാട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട്. നല്ല സൗണ്ടാണ്. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുത്തെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും കേൾക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നും ഓല ഇതുപോലെ മുറിച്ചിടുക കേട്ടോ. അപ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്കൊന്നും കിട്ടിയില്ല. ചിലതൊക്കെ നമ്മൾ ഈ ഒരു രീതി വെട്ടുമ്പോൾ തന്നെ പോകും. അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധയോടെ വേണം ഇതിങ്ങനെ ഓരോന്നും മുറിച്ച് വീഴ്ത്താനായിട്ട്. പിന്നെ നല്ലത് നോക്കി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, ഏറ്റവും നീളം കൂടുതലുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്നെല്ലാം വെട്ടി ഇതുപോലെ എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് ഓരോ ഓലയായിട്ടും എടുത്ത് അതിൻ്റെ ഓല കളഞ്ഞതിന് ശേഷം ഈർക്കിൽ മാത്രം എടുത്ത് ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ വിരലിലൊരു വെള്ള തുണി കൊണ്ട് കെട്ടി വെച്ചേക്കുന്നതാണ്. അത് കൈ മുറിഞ്ഞതല്ല കേട്ടോ. കൈ മുറിയാതിരിക്കാനായിട്ട് ഞാൻ മുൻകൂർ ചെയ്തതാണ്. കാരണം ഇതിന് മുൻപ് ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ ചെറുപ്പകാലത്ത് അമ്മ ചെയ്യുന്നത് കണ്ട് ഞാനിങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഇതുപോലെ ഒരു തുണി കൊണ്ട് നമ്മുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിയാതിരിക്കും എന്നൊക്കെ അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയൊരു മടി തോന്നി. പക്ഷേ ചെയ്ത് തുടങ്ങി അതൊക്കെ ഒരു പകുതി ആയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. നമുക്കത് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ നമ്മൾ എത്ര നേരം വേണേലും ഇരിക്കും കേട്ടോ. പിന്നെ കുറച്ചധികം നേരം ഇരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ചൂലിനുള്ളതൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചായിട്ട് തോന്നും, പക്ഷേ കുറേ നേരത്തെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ അത്രയെങ്കിലും ഉണ്ടാക്കിയത്. ഒരു ചെറിയൊരു ചൂലും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഈ കെട്ടുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ചൂല് നല്ല പെർഫെക്റ്റായിട്ട് കെട്ടുമ്പോൾ അത് മുറുകിയിരിക്കുന്നത്. നമ്മളെപ്പോഴും കെട്ടുമ്പോൾ അത് ലൂസായി ഈർക്കിൽ ഇങ്ങനെ ഊർന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഊർന്നു പോകത്തില്ല എന്നൊരു ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ചെയ്ത കേട്ടോ. എന്തോ ആ ചേട്ടൻ ചെയ്തത്ര നമ്മൾ ശരിയായില്ല. എന്തായാലും ചൂല് നല്ല അടിപൊളിയായിട്ട് നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.